ഡോക്ടർ നിസാമുദ്ദീൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ഈ ഒരു ഘട്ടത്തിൽ കോളേജ് ഗവേണിംഗ് ബോഡി കൗൺസിൽ അംഗവും PTA സെക്രട്ടറിയുമായിട്ടുള്ള ഡോക്ടർ മുരളി MS നമ്മളൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ മുരളി, മഹാരാജ് കോളേജ് വീണ്ടും അടച്ചിട്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ്, പക്ഷേ പ്രശ്നങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഫലമാണെന്നാണ് മാധ്യമങ്ങൾ പോലും പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് നാം കണ്ടുവരികയാണ്. എന്താണ് ഗവേണിംഗ് കൗൺസിലിന് ഈ ഒരു നടപടി, അല്ലെങ്കിൽ മഹാരാജ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുവാനുണ്ടായ ഒരു കാരണം എന്തുകൊണ്ടാണ്? എറണാകുളം മഹാരാജാസ് കോളേജ് കേരളത്തിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട കോളേജുകളിലൊന്നാണ്. ആ കോളേജിൽ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഏത് കാര്യങ്ങൾ വന്നാലും അതിലെല്ലാം തന്നെയും അതിന്റെ പ്രതികരണം അപ്പോൾ തന്നെ കോളേജിൽ ഉണ്ടാകുന്ന അത് സാധാരണയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു പാരമ്പര്യവും ഇപ്പൊ 150-ാം വർഷത്തിലേക്ക് കോളേജ് എത്തുകയാണ്. അത് ആ പാരമ്പര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നുണ്ട്. ഞാൻ 14 വർഷമായി ആ കോളേജിൽ ജോലി ചെയ്യുകയാണ്. 14-ാമത്തെ വർഷമാണ്. 2010, 11, 12 കാലഘട്ടത്തിലൊക്കെ ആ കോളേജിൽ ഇടയ്ക്കിടയ്ക്കെല്ലാം തന്നെ വിദ്യാർത്ഥി സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോളേജിൽ വളരെ സമാധാനപരമായ അന്തരീക്ഷമായിരുന്നു. 2018 അഭിമന്യു കൊല ചെയ്യപ്പെടുന്ന ആ സംഭവം ഒഴിച്ചാൽ ഏതാണ്ട് 8-9 വർഷമായിട്ട് കാര്യമായ വിദ്യാർത്ഥി സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യങ്ങളല്ലാതെ ഈ രീതിയിലുള്ള ഒരു വിദ്യാർത്ഥി സംഘർഷത്തിലേക്ക് അതൊരിക്കലും പോയിരുന്നില്ല. ഇപ്പോൾ നേരെ മറിച്ച് ഈ വളരെ അടുത്ത കാലത്തായിട്ട് ഈ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുകയാണ്. അതിലിപ്പോ ഈ കഴിഞ്ഞ ഇലക്ഷനോടനുബന്ധിച്ച് അതിനെ തുടർന്ന് ആ ഇലക്ഷനിൽ തന്നെയും നിങ്ങൾ തലക്കെട്ടിൽ സൂചിപ്പിക്കുന്നത് പോലുള്ള ചില കൂട്ടുകെട്ടുകളൊക്കെ ഒരുപക്ഷെ പറയാൻ കഴിയുന്ന രീതിയിലാണ് അവിടെ ആ ക്യാമ്പസിൽ പ്രവർത്തനങ്ങൾ മാറി നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് മനസ്സിലാകും. ആ രീതിയിലുള്ള ചില കൂട്ടുകെട്ടുകളുണ്ട്. അതിന്റെ ഫലമായിട്ടെന്നോണമാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ചില സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെയും നമ്മുടെ കോളേജിലെ അറബിക് ഡിപ്പാർട്ട്മെന്റിലെ അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അറബിക് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനായിട്ടുള്ള ഡോക്ടർ നിസാമുദ്ദീനെ കയ്യേറ്റം ചെയ്യുന്ന ആ ഒരു കാര്യത്തിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി നിസാമുദ്ദീൻ അത് പറഞ്ഞോ, ആ സമയത്ത് എന്റെ ലൈൻ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി നിസാമുദ്ദീനെ ഫോണിൽ വിളിച്ചിട്ട് ഒരു വിദ്യാർത്ഥി ഭീഷണിപ്പെടുത്തുന്ന അങ്ങനെ ഒന്ന് സംഭവിക്കുകയുണ്ടായി. അദ്ദേഹം അപ്പോൾ തന്നെ തൊട്ടു പിന്നാലെ എന്നെ വിളിച്ച് ആ കാര്യം പറയുകയുണ്ടായി. 2 ദിവസത്തിനുള്ളിൽ നിന്നെ വകവരുത്തും എന്നാണ് ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ നിന്ന് പഠിത്തം കഴിഞ്ഞ വർഷം കോഴ്സ് പൂർത്തിയാക്കി പോയ ഒരാളാണ്. വിദ്യാർത്ഥി സംഘടനയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പറഞ്ഞു കേട്ടത്. ഡോക്ടർ മുരളി, ഞാൻ ഒന്ന് ഇടപെട്ടുള്ളൂട്ടെ. ഡോക്ടർ മുരളി, ഇത് അത്യന്തം പേടിപ്പെടുത്തുന്ന ചില വാക്കുകൾ തന്നെയല്ലേ വിദ്യാർത്ഥികളുടെ ഭാഗത്തും നമുക്ക് കേൾക്കേണ്ടി വരുന്നത്? കാരണം അവിടെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ, അവിടെ പഠിപ്പിച്ച അധ്യാപകരെ എന്തും ചെയ്യും എന്നുള്ള ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ എന്താണ് മഹാരാജ് കോളേജിൽ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം മഹാരാജ് കോളേജിൽ പ്രശ്നങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, ഇതൊരു പരീക്ഷയുടെ കാലഘട്ടത്തിലേക്ക് പോകുന്ന ദിവസങ്ങളാണ്. ഈ സമയത്ത് കോളേജ് ക്യാമ്പസ് അടച്ചിട്ട് കഴിഞ്ഞാൽ താങ്കൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ട കുട്ടികൾ ഒരുപാട് പഠിക്കുന്ന കോളേജാണ്. അപ്പോൾ ആ കുട്ടികൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ പഠിത്തത്തിന്റെ കാര്യത്തിലും? അത് തന്നെയാണ് ഞാൻ പറയുന്നത്. സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജാണ്, മിടുമിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജാണ്. ഈ വർഷത്തെ അഡ്മിഷൻ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മാർക്കോട് കൂടി, ഉയർന്ന മാർക്കോട് കൂടി +2 പാസ്സായവരും ഡിഗ്രി പാസ്സായവരുമായുള്ള വിദ്യാർത്ഥികളാണ് ആ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ കോളേജ് അടച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അതൊരു പ്രശ്നമാണ്. എന്നാൽ ഇപ്പോൾ ഇന്ന് ചേർന്ന കോളേജ് കൗൺസിൽ അതിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത് കോളേജ് അടച്ചിട്ടു എന്നിരുന്നാലും ഓൺലൈൻ ക്ലാസുകൾ തുടർന്ന് നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് പ്രിൻസിപ്പാൾ നൽകിയിട്ടുള്ളത്.